ഇന്ത്യൻ കൊടിവെച്ച കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ ഇറാൻ അനുവാദം നിഷേധിച്ചു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത. SDPI അനുഭാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ കണ്ടതാണ് ഇന്ത്യ ടുഡേ, റിപ്പബ്ലിക് TV, ടൈംസ് ഓഫ് ഇന്ത്യ, NDTV തുടങ്ങിയ എല്ലാ ദേശീയ ചാനലുകളിലും ഇന്ത്യൻ പതാക വെച്ച കപ്പലുകൾക്ക് ഹോർമൂസ് കടലിലൂടെ പോകാൻ ഇറാൻ അനുമതി നൽകിയെന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ വരുമ്പോഴാണ് ഇന്ത്യയുടെ മാനം കെടുത്തുന്ന നുണവാർത്തയുമായി SDPI പ്രവർത്തകന്റെ ഒരു പോസ്റ്റ്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരികയുള്ളൂ. ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തായിരുന്ന ഇറാനെ വെറുപ്പിച്ചപ്പോൾ സമാധാനമായോ? അനുമതി ലഭിച്ച റഷ്യൻ കപ്പലിനും ചൈന കപ്പലിനും പുറമെ ഇന്ത്യക്ക് കൂടി ലഭിക്കുമായിരുന്നു. അത് ഇല്ലാണ്ടായത് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ പോയതുകൊണ്ടാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മൂല്യം കൊടുക്കൂ, ഇസ്രായേലിനെ തന്തയാക്കിയിട്ട് കാര്യമില്ല, സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളുടെ ആദ്യം മൂല്യം കൊടുക്കേണ്ടത്. ഇങ്ങനെ പോകുന്നു മുഹമ്മദ് കൂത്തുപറമ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ്. ഈ പോസ്റ്റിനോടൊപ്പം മോദിയുടെ ചിത്രം കൂടിയുണ്ട്. മോദി ട്രംപിനെ സന്തോഷിപ്പിക്കാൻ പോയതുകൊണ്ട് ഇറാൻ ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ പോകാൻ അനുമതി നൽകിയില്ല എന്നാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ അളവിൽ അസംസ്കൃത എണ്ണയുമായി 2 കപ്പലുകൾ ഇന്ത്യയിലെത്തി. ഏകദേശം 30 ലക്ഷം ബാരൽ എണ്ണയാണ് ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്നത്. സംഘർഷം ആരംഭിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശ എണ്ണ കപ്പലുകളാണിത്. സൗദി അറേബ്യയിൽ നിന്ന് 10 ലക്ഷം ബാരൽ എണ്ണയുമായി വന്ന ലൈബീരിയൻ പതാകയുള്ള ഷെൻലോങ് എന്ന കപ്പലും ഇറാഖിൽ നിന്ന് 20 ലക്ഷം ബാരൽ എണ്ണയുമായി എത്തിയ ഇന്ത്യൻ പതാകയുള്ള മറ്റൊരു കപ്പലുമാണ് ഇന്ത്യയിൽ എത്തിയത്. മുംബൈ തുറമുഖത്താണ് 2 കപ്പലുകളും എത്തിയത് എന്ന് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റയും വ്യവസായ സ്രോതസ്സുകളും വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെ കപ്പൽ മുംബൈയിൽ നിന്ന് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തേക്ക് തിരിക്കും എന്നാണ് വിവരം. കഴിഞ്ഞ 5-6 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നത് എന്നാണ് വിവരം. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ച ശേഷം ചൈനയിലേക്കുള്ള ഇറാൻ കപ്പലുകൾക്ക് മാത്രമാണ് ഈ വഴി കടന്നുപോകാൻ അനുമതി ലഭിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾ എത്തിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ധന കപ്പലുകൾ എത്തുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകൾക്ക് മാത്രം ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ പ്രത്യേക അനുമതി നൽകി ഇറാൻ സർക്കാരിന്റെ തീരുമാനത്തിൽ അമ്പരക്കുകയാണ് ലോകരാജ്യങ്ങൾ. USA, യൂറോപ്പ്, ഇസ്രായേൽ കപ്പലുകൾക്ക് വിലക്ക് തുടരുകയാണ്. ആ അവസരത്തിലാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ആക്രമണം അവസാനിച്ച ശേഷം ഇറാൻ ആദ്യം നന്ദി അറിയിച്ചത് ഇന്ത്യക്കാണ്. ദില്ലിയിലെ ഇറാൻ എംബസിയാണ് പ്രത്യേക പ്രസ്താവന ഇറക്കിയത്. ഈ ഭീകരമായ ആക്രമണത്തെ നേരിടുന്നതിൽ ഇറാനിലെ ജനങ്ങളുടെ ശക്തമായ നിലപാട്, അവരുടെ മാതൃരാജ്യത്തെയും രാജ്യത്തിന്റെ അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ മനോഭാവത്തെ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും മാനുഷിക മൂല്യങ്ങളുടെ അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളുടെ ഗുരുതരമായ ലംഘനത്തിന് എതിരായ പ്രതിരോധത്തെയും കാണിക്കുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുന്ന വിലമതിക്കാനാവാത്ത പിന്തുണയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഈ ഐക്യദാർഢ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക, നാഗരിക, മാനുഷിക ബന്ധങ്ങളിൽ വേരൂന്നിയതാണ്. ഇത് സമാധാനം, സ്ഥിരത, ആഗോള നീതി എന്നിവയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് ഇറാന്റെ പ്രസ്താവന. ജയ് ഹിന്ദ് വിളികളോടെയാണ് അന്ന് ഇറാന്റെ പ്രസ്താവന അവസാനിച്ചത്. ഇന്ത്യ വാദിക്കുന്ന സമാധാനത്തിനെയും സംഭാഷണത്തിനെയും പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ വെടിനിർത്തൽ സാധ്യമായത്. വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പ്രസിഡന്റ് ട്രംപ് എത്ര തന്നെ അംഗീകാരം നേടിയാലും അതിൽ ഇന്ത്യയുടെ പങ്ക് നിഷേധിക്കാനാവില്ല എന്നതായിരുന്നു ആ പ്രസ്താവന കൊണ്ട് ഇറാൻ സൂചിപ്പിച്ചത്. എന്തായാലും ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ നല്ലതായി കടന്നു പോകുമ്പോൾ ചില സുഡാപ്പികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മോങ്ങൽ നമ്മുടെ നാട്ടിലുള്ളത് എന്നത് വ്യക്തമാകുന്ന സന്ദർഭങ്ങൾ കൂടിയാണ് ഇത്. എന്നാൽ ഒരു രാജ്യത്തിന്റെ, അത് ഭരിക്കുന്നത് ആരോ ആവട്ടെ, നമ്മുടെ സ്വന്തം രാഷ്ട്രീയമല്ല, നമ്മൾ അനുകൂലിക്കുന്ന രാഷ്ട്രീയമല്ല എങ്കിൽ പോലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ എത്രമാത്രം പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയതന്ത്രം എത്രമാത്രം പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കി അതിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണകൂടമുള്ളപ്പോൾ ആ ഭരണകൂടത്തിനെതിരെ ചില ദുഷ്പ്രചാരണങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നത് രാജ്യദ്രോഹമുള്ളിലുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. മോങ്ങാനുള്ളവർ ഇതുപോലെ മൂലക്കിരുന്ന് മൂങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ.